വളരെയധികം പ്രതീക്ഷയോടെ തന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, മോഹൻലാലിൻ്റെ പഴയ ഒരു കുട്ടിത്തവും ലാളിത്തവും എല്ലാം ഈ പടത്തിലൂടെ കാണാൻ കഴിയുന്നു. വളരെയധികം മിസ്സുണ്ട്. ഏതായാലും ഈ ഒരു എമ്പുരാനൊക്കെ ഇറങ്ങിയ സമയത്ത് ആ ഒരു ട്രെൻഡല്ലേ, ആക്ഷൻ പടത്തിനോടുള്ള ട്രെൻഡല്ലേ ഇപ്പം കൂടുതൽ? ലാലേട്ടൻ തന്നെ ഒരു ട്രെൻഡല്ലേ, അതുകൊണ്ട് എന്തായാലും വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഷുവർ അല്ലേ? അവധിക്കാലം തൂക്കിയിരിക്കത്തില്ല. പിന്നെ എന്തായാലും വിഷുവും തൂക്കിയപ്പോൾ എന്തായാലും അവധിക്കാലം തൂക്കിയൊക്കെ. അതേപ്പറ്റി ലാലേട്ടൻ ശോഭന കോംബോ തിരിച്ചു വരും എന്ന് വെച്ചാൽ പണ്ടത്തെക്കാട്ടിലും കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് പുതിയ ഈ ജനറേഷനിൽ എങ്ങനെയാണ് പടം ചെയ്തേക്കുന്നത് ആ രീതിയിൽ കൊണ്ടുവരുമെന്നാണ് പ്രതികരണം. തരുൺമൂർത്തി വിശ്വാസമുണ്ട്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക്, ഈ 2 പടം ഫേവറേറ്റ് ആണ്. അപ്പോൾ ഈ പടവും നിരാശപ്പെടുത്തില്ല. പിന്നെ പുള്ളി ഇൻ്റർവ്യൂകൾ വന്നിരുന്ന് ബൂസ്റ്റപ്പുകളൊന്നും ചെയ്യുന്നില്ല പടത്തെപ്പറ്റി. അപ്പോൾ അതൊരു പ്രതീക്ഷയാണ്. ഓവർ തള്ളം പുള്ളി മാധ്യമങ്ങളിൽ വന്നിട്ട് ചെയ്യുന്നില്ല. പിന്നെ ട്രെയിലർ കാര്യങ്ങളൊക്കെ കണ്ടപ്പം കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫിലിമായിട്ട് തോന്നി. അപ്പം അതും ഒരു പ്രതീക്ഷയാണ്. പിന്നെ ഇപ്പം ഈ വർഷം നല്ലൊരു തുടക്കമായിട്ടാണ് എമ്പുരാൻ വന്നത്. അപ്പം ഈ പടവും നല്ല സിനിമയാവും എന്നുള്ള പ്രതീക്ഷയിൽ അതാ പറഞ്ഞത്. കുറച്ച് കയ്യിലിട്ടിട്ടുള്ള സാധനങ്ങൾ പഴയത് ഇപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തരുമൂർത്തി ഉപയോഗിച്ചിട്ടുണ്ട്. അത് പടത്തിന്റെ റിസൾട്ടിൽ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പടത്തിൽ എന്തൊക്കെയോ ഹിഡനായിട്ടുണ്ട്. ദൃശ്യം മോഡലൊന്നും ഇല്ല, പക്ഷേ പടത്തിൽ ഫാമിലി കാണിച്ചിട്ട് ചിലപ്പോൾ തരുമൂർത്തി മറച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം ചിലപ്പോൾ നമുക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കും. അതാണ് അറിഞ്ഞത്. ഇതിപ്പോ ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ലാലേട്ടൻ വന്ന് ചെയ്തത്. അപ്പൊ അതിൻ്റെ അത് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. പാട്ട് ചിലപ്പോൾ MG ശ്രീകുമാർ പാടിയതാണ്. അത് ഭയങ്കര അടിച്ചുകൂടി പാടായിരിക്കും. പടത്തിൽ കാണാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ ടൈലൻഡിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഷോ തന്നെ മോഹൻലാലിന്റെ ഒത്തിരി നാൾ കൂടിയുള്ള പടമല്ലേ, ശോഭനയായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ കാണാൻ വേണ്ടിയാണ്. ലാലേട്ടൻ ഇപ്പം ഈ ഒരു പഴയ ഒരു ലാലേട്ടനെ പോലെ കണ്ടുകൊണ്ടാണ് ഇതിലൊക്കെ കാണാൻ വന്നത്. അതെ, ഒരുപാട് പ്രതീക്ഷയോടെ കാണാൻ വന്നത്. പഴയ ലാലേട്ടനെ കാണാൻ ആഗ്രഹമുണ്ട് ഒരുപാട് അല്ലേ? ആഗ്രഹമുണ്ട്. പഴയ കുട്ടിത്തം, ലാലേട്ടൻ്റെ കുട്ടിത്തമൊക്കെ ഇഷ്ടമാണ്. നാടോടിക്കാറ്റെന്നുള്ള ആ ഒരു വെച്ചിട്ടുള്ള ഇതിലും വന്നിരിക്കുന്നത് കാണാൻ. ഓക്കെ, ശോഭനയായിട്ടുള്ള രണ്ടുപേരും കൂടെ ഉള്ള ഇതൊക്കെ ഇഷ്ടമല്ലേ? പഴയ പടങ്ങളൊക്കെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. ഇപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഈ പടത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനല്ല, നമ്മള് ലാലേട്ടന്റെ പടം ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് നമ്മള് ബാച്ചിലർ ആയിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ വരും. ഇപ്പൊ ഫാമിലി ആയപ്പോഴത്തേക്ക് അവരും ലാലേട്ടൻ ഫാൻസാണ്. ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് അതങ്ങനെ തന്നെയാണല്ലോ. അതൊരു എന്താ പറയാ, അതൊരു വികാരമല്ലേ ലാലേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എന്താ പറയുക, വലിയ പടം ചെറിയ പടം എന്നുള്ളതല്ല. ലാലേട്ടൻ്റെ പടം ലാലേട്ടനെ സ്ക്രീനിങ് ഫുള്ളായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സാധാരണക്കാരനല്ല, ലാലേട്ടൻ എന്ന് പറയുന്ന അഭിനേതാവിനെ കാണണം. ലാലേട്ടൻ്റെ കഴിവുകളാണ്. അത് സാധാരണക്കാരനാവാം, പല്ലിയനാവാം, തോക്കെടുക്കാം, താക്കോലെടുക്കാം, എന്തും പക്ഷേ അത് ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് കാണാനായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. അത് നമുക്ക് അത് കാണുമ്പോഴത്തേക്ക് എന്താ ഒരു ഈ പറയത്തില്ലേ, ഇങ്ങനെ പണം റിലീസാകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ചങ്കിടിപ്പാ. അത് അദ്ദേഹത്തോടുള്ള ആരാധനയാണ്. അത് ഭയങ്കര ഒരു എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നന്നാവട്ടെ. കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല കഥകളുള്ള പടങ്ങളൊന്നും ഇറങ്ങുന്നില്ല. ഇപ്പോൾ തരുൺമൂർത്തിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നതൊരു നല്ലൊരു കഥയുള്ളൊരു പടമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. പിന്നെ നല്ല പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പടം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആയിട്ട് എല്ലാവർക്കും കൂടെ ചേർന്നിരുന്ന് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പടം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വന്നേക്കുന്നത്. നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ആവട്ടെ.